അധികാര കേന്ദ്രീകരണത്തിനുള്ള ശ്രമങ്ങൾക്ക് ഗതിവേഗമുണ്ടായ വർഷമായിരുന്നു 2021. അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം അതിനെ ചെറുത്തു നിൽക്കാനുള്ള ശ്രമങ്ങളും 2023 പ്രത്യേകതയായി നമുക്ക് കാണണം. എയ്ഡം റിസാല അപ്ഡേറ്റ് സ്പെഷ്യൽ ഷോയിൽ എയ്ഡത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ വെങ്കടേഷ് രാമകൃഷ്ണൻ കൂടിയുണ്ട്. ഈ 2023 നമ്മളെടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഫോർമേഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അഡോപ്റ്റ് ചെയ്തൊരു റെസൊല്യൂഷൻ, ഇതൊക്കെ ചെറുതല്ലാത്ത ഒരു പ്രതീക്ഷ ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടാക്കിയിരുന്നു. ആ പ്രതീക്ഷ 2024 അടുക്കുമ്പോൾ 23 അവസാനിക്കുമ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതുപോലെ ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ച രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം, അത് ഉണ്ടാക്കിയൊരു കൺഫ്യൂഷൻ ഈ ഇന്ത്യ മുന്നണിയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നവും കൂടി ഉണ്ടല്ലോ. ഇതിനെ എങ്ങനെയാണ് നമ്മൾ 2003 അത് ഈ സത്യത്തിൽ ഇത് ഇന്ത്യ മുന്നണിയുടെ ഫോർമേഷനുമായിട്ടും രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മാത്രമായിട്ട് നമുക്ക് ചുരുക്കി കാണാൻ പറ്റില്ല. തീർച്ചയായും അത് ഒക്കെ വളരെ മൂർത്തമായിട്ട് ഇത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ. ഇതിന് സത്യത്തിൽ നമ്മുടെ ഈ സെക്യുലർ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള പരാജയത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം നമുക്ക് ഒരു വശത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രപരമായ തുടർച്ചയുടെ വിജയവും, അത് ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും കാം ജാരി ഹേ എന്ന് പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുക, ആ തീരുമാനം നടപ്പാക്കാനുള്ള സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളെ സ്വരുക്കൂട്ടാൻ ശ്രമിക്കുക, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മറുവശത്ത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി നേതൃത്വം നൽകുന്ന ഒരു സമയം മാറ്റി നിർത്തിയാൽ നമുക്കൊരു കൃത്യമായ മതനിരപേക്ഷ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഗാന്ധിയുടെ മതനിരപേക്ഷ പ്രസ്ഥാനവും അത് വളരെ കൗശലപൂർവ്വം അദ്ദേഹം മെനഞ്ഞുണ്ടാക്കിയൊരു സാധനമാണ്. അദ്ദേഹം പക്ഷേ 1920കളിൽ ആണ് ഈ ഒരുപക്ഷെ നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ അതിൻ്റെ പ്രത്യയശാസ്ത്ര ധാരകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 3 വ്യത്യസ്ത ധാരകൾ 1920കളുടെ തുടക്കം മുതൽ നമ്മൾ പോരടിക്കുന്നത് കാണാൻ പറ്റും. അതിൽ ഒന്ന്, ഈ മഹാത്മാഗാന്ധിയുടെ വ്യക്തിപരമായ നേതൃത്വത്തിൽ അതിന് ഒരു ഒന്നിച്ചു വരികയും അത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന വിശാലമായ പ്രസ്ഥാനം പ്രതിദാനം ചെയ്തിട്ടുള്ള ഒരു മതനിരപേക്ഷ സ്വാതന്ത്ര്യ ഒരിക്കൽ വിമോചന കൂട്ടായ്മ എന്ന് പറയാവുന്നത്. അപ്പോൾ അതിൽ മഹാത്മാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു പറഞ്ഞാൽ, അദ്ദേഹം ഒരു വശത്ത് അദ്ദേഹം ഒരു ഉറച്ച ഹിന്ദു മതവിശ്വാസിയാണെന്ന് പ്രഖ്യാപിക്കുകയും, പക്ഷേ അത് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം ഖിലാഫത്ത് പോലൊരു പ്രസ്ഥാനം ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവേണ്ട കാര്യമുണ്ടെന്ന് അടിയുറച്ചു പറയുകയും, അതോടൊപ്പം സ്ത്രീകളുടെ വിമോചനം, അടിസ്ഥാനവർഗപ്പെട്ടുള്ള ആൾക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള വിമോചനം, ഇതിനൊക്കെ വലിയ പ്രാതിനിധ്യമുള്ള ഒരുതരം സ്വാതന്ത്ര്യ പോരാട്ട ഫിലോസഫി ഉണ്ടാക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഒരു സ്ഥലം. ആ സമയത്ത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്, ഇടതുപക്ഷം വളരെ ശക്തമായിരുന്നു, കോൺഗ്രസിനകത്ത് പോലും ശക്തമായിരുന്നു, ആ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവർ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനപ്പുറം ഒപ്പം സാമ്പത്തിക സ്വാതന്ത്ര്യവും കൂടി ലക്ഷ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതികളും പ്രത്യയശാസ്ത്രവും അവലംബിച്ചാൽ മാത്രമേ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക്, പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന സങ്കല്പം പൂർത്തിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധാര ഉണ്ടാവുകയും, മൂന്നാമത് ധാര ഈ വിനായക് ദാമോദർ സവർക്കർ എന്ന് പറയുന്ന വ്യക്തിയാൽ പ്രതിനിധാനം ചെയ്യപ്പെട്ട ഹിന്ദുത്വമായിരുന്നു. അവർ തീർച്ചയായും വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ആ സമയത്ത് നിന്നിരുന്ന ഇടതുപക്ഷ മധ്യപക്ഷ ധാരകളെ നിരാകരിക്കുകയും നമ്മൾ പഴയ മനുസ്മൃതിയിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന ഈ 3 ധാര. ഈ 3 ധാരകളും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ നമുക്ക് ഒരു യഥാർത്ഥ മതനിരപേക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഈ ഗാന്ധിയുള്ള കാലത്താണ് സത്യത്തിൽ അതിനെ അത് സ്വാതന്ത്ര്യപ്രാപ്തി വരെ നിന്നുള്ളൂ. സ്വാതന്ത്ര്യപ്രാപ്തി വരെ പോലും നിന്നില്ല. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് തന്നെ വിനായക് ദാമോദർ സവർക്കർ പറഞ്ഞിട്ടുള്ള 2 നേഷൻ തിയറി, 2 രാഷ്ട്ര സിദ്ധാന്തം, 2 രാഷ്ട്ര സിദ്ധാന്തം, അത് പിന്നെ ജിന്ന ഏറ്റെടുക്കുകയും ജിന്ന അതിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരകനാവുകയും പിന്നീട് 2 രാഷ്ട്രങ്ങൾ ഉണ്ടാവുകയും
ചെയ്തു. അപ്പോൾ ഈ രണ്ട് രാഷ്ട്രം ഉണ്ടാകുന്നതിൽ സാവർക്കറിനെ പോലുള്ള ആൾക്കാർക്കുണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം കിട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുണ്ടായിരുന്ന വലിയ വിഭാഗം മുസ്ലിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയും അങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു അജണ്ടയ്ക്ക് ഹിന്ദുത്വ അജണ്ടയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ ഒരു ഫലപ്രാപ്തി ഇല്ലാത്ത സാഹചര്യം ഉണ്ടായത്. പക്ഷേ അവർ ഇത് തുടർന്നു. പക്ഷേ മറുവശത്ത് നെഹ്റു ഒരു ശ്രമം നടത്തിയെങ്കിലും ഇടതുപക്ഷത്തേക്ക് ഒന്നിച്ചു കൊണ്ടുവന്ന് കൂടെ നിർത്തി ഒരു വിശാലമായ അർത്ഥത്തിലുള്ള ഒരു മതനിരപേക്ഷ കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അത് പല കാരണങ്ങൾ, അത് ഇടതുപക്ഷത്തിൻ്റെ ആ സമയത്തുള്ള ചില ദുർവാശികൾ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടില്ലായ്മ, അങ്ങനെയുള്ള പല ഘടകങ്ങൾ കാരണം പിന്നീട് കോൺഗ്രസിനുണ്ടായിട്ടുള്ള വലിയ അപജയം. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ഹാർഡ് കോർ ഹിന്ദുത്വയ്ക്ക് പകരമായിട്ട് സോഫ്റ്റ് ഹിന്ദുത്വ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ ചിലപ്പോൾ ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ, അത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് നമ്മൾ കോൺഗ്രസിൽ കണ്ടതാണ്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസിൽ കാണുന്നു. അതിൻ്റെ അനുരണനങ്ങൾ നമ്മൾ കേരളത്തിൽ കാണുന്നു. അത് കെ സുധാകരൻ മുതൽ ഉള്ള ആൾക്കാരിൽ നമ്മളത് കാണുന്നു. അപ്പോൾ ഇത് ഈ ഒരു സെക്യുലർ പ്രോജക്റ്റ്, മതനിരപേക്ഷ പ്രോജക്റ്റ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റിൻ്റെ എന്തായിരിക്കണം അതിൻ്റെ തലങ്ങൾ, അത് ഈ കേവലമായിട്ട് സോഫ്റ്റ് ഹിന്ദുത്വം എന്തായാലും നടക്കില്ല എന്നുള്ള കാര്യം ഇപ്പോഴല്ല. 1989 രാജീവ് ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്തിയ സമയത്ത് തെളിഞ്ഞതാണ്. ആ സമയത്ത് അത് കോൺഗ്രസിനെ അതിനെക്കൊണ്ട് ഗുണമുണ്ടായത് BJPക്ക് മാത്രമാണ്. ഏറ്റവും ഒടുവിലിപ്പോൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തിരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഈ സോഫ്റ്റ് ഹിന്ദുത്വം കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലായതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം? ഇതിപ്പോഴും ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് കൺഫ്യൂഷനല്ല, ഇതൊരു കംപ്ലീറ്റ്ലി ഒരുതരം ആശയവ്യക്തതയില്ലായ്മയും എന്താണ് ഈ മതനിരപേക്ഷ പ്രോജക്റ്റിൻ്റെ ഭാഗമാവേണ്ടത്. ഉദാഹരണത്തിന് ഈ മതനിരപേക്ഷതയെപ്പറ്റി, ഇന്ത്യൻ മതനിരപേക്ഷതയെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരൊന്ന് ഭഗത് സിംഗിൻ്റെ. ഭഗത് സിംഗ് എന്താണ്? ഭഗത് സിംഗ് എഴുതിയിട്ടുള്ള, അദ്ദേഹം മതനിരപേക്ഷത വക്താവായിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം വൈ ഐ ആം നോട്ട് എ ഹിന്ദു എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ട് ഹിന്ദു അല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സംഭവം നിലനിൽക്കെ അംബേദ്കറിനോടൊപ്പം ഭഗത് സിംഗിനെ ഒരു ഹിന്ദുത്വ നേതാവായി അവതരിപ്പിക്കുന്നതിൽ വരെ സംഘപരിവാർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു ലളിതമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സെക്യുലർ പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല ഒരിക്കലും. അത് ഇനിയിപ്പോൾ ഇന്ന് തുടങ്ങിയാൽ അത് വിജയിക്കുമോ? ഇമ്മീഡിയറ്റായിട്ടൊന്നും വിജയിക്കില്ല. പക്ഷെ ഒരുപക്ഷെ ഈ രീതിയിൽ ഒരു ലോങ് ടേം പ്രോജക്റ്റായിട്ട് ഇതിനെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള മതനിരപേക്ഷ നേതൃത്വം മറുവശത്തുണ്ടായാൽ മാത്രമേ ഒരുപക്ഷെ ഈ സാധനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇത് സംസാരിച്ചപ്പോൾ ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അവിടെ സോഫ്റ്റ് ഹിന്ദുത്വം എങ്ങനെയാണ് കോൺഗ്രസിന് ഗുണം ചെയ്യാതെ പോയത് എന്നുള്ളത് സൂചിപ്പിച്ചല്ലോ. ഇതിന് വേറൊരു ഉത്തരം നേരത്തെ നമ്മൾ കർണാടകത്തിൽ, അതും 2023 തന്നെ സംഭവിച്ചാണ്, കർണാടകത്തിൽ നമ്മൾ കണ്ടതാണ്. വളരെ കൃത്യമായ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് എന്താണോ സംഘപരിവാരം അവരുടെ ഭരണകാലത്ത് നടപ്പാക്കാൻ, ആ അജണ്ട നടപ്പാക്കാൻ, അതിനെ ഓരോന്നിനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അതിനെ ഞങ്ങൾ തിരുത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെ നേരിടുന്ന കാഴ്ച നമ്മൾ കർണാടകത്തിൽ കണ്ടു. പക്ഷേ അവിടെ വലിയ വിജയം കോൺഗ്രസ് കൈവരിക്കുന്നതും കണ്ടു. അത് എന്താണ് ഒരു സെക്യുലർ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഫോളോ ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു സൂചന നൽകുന്നതാണോ, അതോ നമ്മളെ ഒരു സൗത്ത് നോർത്ത് ഡിവൈഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ? അല്ല, സൗത്ത് നോർത്ത് ഡിവൈഡ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സൗത്ത് നോർത്ത് ഡിവൈഡ് എന്നുള്ളതൊരു ഒരുപക്ഷെ 2023 കുറേ കൂടെ ക്ലാരിറ്റിയോടെ വന്നിട്ടുമുണ്ട് ഈ സൗത്ത് നോർത്ത് ഡിവൈഡ്. കാരണം വെച്ചാൽ തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ വിജയം, കർണാടകയിലെ കോൺഗ്രസിൻ്റെ വിജയം, തമിഴ്നാട്ടിലെ DMK, കേരളത്തിലെ ലെഫ്റ്റ്, ഈ സൗത്ത് നോർത്ത് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത്, എനിക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഇയറിൻ ചർച്ചയ്ക്ക് അപ്പുറം ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ചർച്ചയായിട്ട് കൂടുതലായിട്ട് മാറിപ്പോകുന്നുണ്ടോയെന്ന് എനിക്ക് സംശയം. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ 10-40 കൊല്ലമായിട്ട് പണിയെടുത്ത് ജീവിക്കുകയും അതിനെ ഒരു സീരിയസ് ആയിട്ട് കാണുകയും ചെയ്തിട്ടുള്ള ഒരാളെന്ന് നൽകി ഈ നോർത്തും സൗത്തുമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഹിന്ദു മതത്തിനകത്ത് ഉള്ള റിഫോർമേറ്റീവായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ശ്രീനാരായണ ഗുരു, തമിഴ്നാട്ടിലാണെങ്കിൽ പെരിയാർ, മഹാരാഷ്ട്രയിലാണെങ്കിൽ ജ്യോതിബ ഫുലെ,
ഈ തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അക്കാലത്തെ മദ്രാസ് പ്രസിഡൻസിയിലും മഹാരാഷ്ട്ര പ്രസിഡൻസിയിലും മാത്രമാണ്. നോർത്തിൽ അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അതാണൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു വ്യത്യാസം. നമ്മൾ ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അതൊരു സെക്ടേറിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗീയമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നുമ്പോൾ അങ്ങനെയുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മോദി തന്നെ ഇപ്പോൾ അതിന് ഹിന്ദുത്വ ശക്തികൾ തന്നെ ഇപ്പോൾ അതിനെ വലിയ രീതിയിൽ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കാശിയും തമിഴ്നാടുമായിട്ടുള്ള എത്രയോ പ്രാചീന കാലം മുതലുള്ള ബന്ധത്തെ സ്ഥാപിച്ചുകൊണ്ട് ബേസിക്കായിട്ട് അതിൻ്റെ ഒരു പുതിയ ഈ പറഞ്ഞ ഹിന്ദുത്വ പ്രോജക്റ്റിൻ്റെ ഒരു പുതിയ തലമാണിത്. ഇപ്പോൾ ഈ ഒരു ബന്ധം സ്ഥാപിക്കുകയും അതിനെ ഒരു വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഇനി കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കും. വരും ദിവസങ്ങളത് പാർലമെന്റിലെ ചെങ്കോല് പോലും അതുമായി റിലേറ്റ് ചെയ്ത ചില പ്രൊജക്റ്റുകളുടെ അതാണ്. പക്ഷേ കർണാടക തിരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ഒരു മതനിരപേക്ഷ മോഡൽ എന്ന് പറയാവുന്ന സാധനം യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ DMK നേതൃത്വത്തിലുള്ള മുന്നണിയാണ്. വെച്ചാൽ ബേസിക്കായിട്ട് അതിലെന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരു പ്രാദേശിക കക്ഷിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഈ പറഞ്ഞ രീതിയിൽ അവർ BJPയുമായിട്ട് ഇലക്ഷനിൽ സഖ്യമുണ്ടാക്കുകയും മന്ത്രിസഭയിൽ ഭാഗമാക്കുകയും ചെയ്തു. പക്ഷേ കോറായിട്ടുള്ള ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കോംപ്രമൈസസ് മറുവശത്ത് BJP പല മതനിരപേക്ഷ പാർട്ടികളുമായിട്ട് ചേർന്ന സമയത്ത് BJP കോറായിട്ടുള്ള സംഭവങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാത്തതുപോലെ DMKയും കോറായിട്ടുള്ള അവരുടെ അജണ്ടയിൽ കോംപ്രമൈസ് ചെയ്യാതെയാണ് BJPയുമായിട്ട് സഖ്യമുണ്ടാക്കിയിട്ടുള്ളത്. അത് അടിയന്തരാവസ്ഥ കാലം മുതൽ ഇങ്ങോട്ടുള്ള അവരുടെ സഖ്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ പ്രത്യേകിച്ചും സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള സാധനം ഒന്ന് ഒരു പ്രാദേശിക കക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഭവം. പിന്നെ അതിൽ ആരൊക്കെയാണ്? അതിൽ കോൺഗ്രസ് ഉണ്ട്, അതിൽ മുസ്ലിം ലീഗുണ്ട്, അതിലൊരു ദളിത് പാർട്ടിയുണ്ട്, അതിൽ ഇടതുപക്ഷമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഈ ധാരകളുടെ ഒരു കൺഗ്ലോമറേഷൻ സത്യത്തിൽ ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജിക്കൽ സ്ട്രീമിന് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി ഹെഡഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ കോമ്പിനേഷൻ അത് തമിഴ്നാട്ടിലാണ് അതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള മോഡൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കർണാടകത്തിൽ അതിൻ്റെ ഏറെയും കുറഞ്ഞുമുള്ള രീതിയിൽ അത് പ്രത്യേകിച്ചും ഈ യോഗേന്ദ്ര യാദവിനെ പോലുള്ള ആൾക്കാരൊക്കെ നയിക്കുന്ന സംഘടനകൾ ഈ പൊതു രാഷ്ട്രീയ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമില്ലാത്ത എന്നാൽ സാമൂഹിക തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ അവർ ആ സ്ഥാനത്തിലേക്ക് കടന്നു വരികയും അവരതിനെ ഒരു വിശാലമായ അർത്ഥത്തിൽ ജനകീയ അടിസ്ഥാനത്തിൽ വളരെ വ്യാപകമായിട്ട് അവർ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലുണ്ടായിട്ട്. പക്ഷേ നിങ്ങൾ എന്താണ് ഇതിൻ്റെ നമ്മുടെ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിനുള്ളൊരു യഥാർത്ഥ മോഡൽ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാട് മോഡൽ നമുക്ക് ഇന്ത്യ മുഴുവൻ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും. ഉദാഹരണത്തിന് രാജസ്ഥാനിൽ BJPയും കോൺഗ്രസുമായിട്ടുള്ള വോട്ട് ഷെയറിൽ വലിയ അന്തരമൊന്നുമില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള വെൽഫെയറിസത്തിൻ്റെ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സർക്കാർ നടത്തിയത് അശോക് ഗെഹ്ലോട്ടിൻ്റെ സർക്കാരാണ്. അവിടുത്തെ ഹെൽത്ത് പ്രോജക്റ്റൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഹെൽത്ത് സ്കീംസാണ് അവിടുത്തെ ഉണ്ടായിട്ടുള്ളത്. വെച്ചാൽ ആ രീതിയിലുള്ളൊരു ഹെൽത്ത് വെൽഫെയർ സ്കീം ലോകത്തൊരു രാജ്യത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും ഗെഹ്ലോട്ട് തോറ്റുപോയി. ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തോറ്റുപോയി. എനിക്ക് തോന്നുന്നു വെച്ചാൽ അവർ അതിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫെയിലിയർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ CPM ഒരു 3 ജില്ലകളിൽ വളരെ വലിയ പ്രാതിനിധ്യമുള്ള വലിയ ജനകീയ വേരോട്ടമുള്ള ഒരു പാർട്ടിയാണ്. അവരുമായിട്ട് അവിടെ ചേർന്നില്ല എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഒരു ട്രൈബൽ പാർട്ടിയുമായിട്ടും ഒരു ദളിത് പാർട്ടിയുമായിട്ടും ചേരാൻ വേണ്ടി കോൺഗ്രസ് വിമുഖത കാണിച്ചു. കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്കെന്ന് വെച്ചാൽ ഈ ചെറിയ രീതിയിലുള്ള ഒരു നേട്ടം ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു കോണിലുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കോൺഗ്രസിന് അതിൻ്റെ പഴയ സ്വഭാവമുണ്ട്. ഒരു സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ് എന്ന് പറയും. അതായത് ഞങ്ങൾക്ക് ഇതെല്ലാം അർഹതപ്പെട്ടതാണ്, ബാക്കി ആർക്കും അർഹതപ്പെട്ടതല്ല എന്ന് പറയുന്നൊരു സാധനം കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ വരും. അത് ഈ പ്രത്യേകിച്ചും ഭാരത് ജോഡോ യാത്രയ്ക്കും കർണാടകത്തിലെ വിജയത്തിന് ശേഷം അതിഭീകരമായിട്ട് തിരിച്ചു വന്നതുകൊണ്ടാണ് ഞാൻ ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ഹൈൻസൈറ്റിൽ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കുതിരപ്പുറത്ത് നിന്ന് കോൺഗ്രസ് ഇറങ്ങുന്നോ അത്രയും ഈ കോൺഗ്രസ് നല്ലത്, ഈ നാട്ടിനും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിൽ ഈ 2023 അവസാനിക്കുമ്പോൾ ഈ ഒരു ഇൻസൈറ്റ് കോൺഗ്രസ്സിന് കുറേ കൂടെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ യോഗങ്ങളുടെ
വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെയൊക്കെ വലിയ വിമർശനത്തെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ യാത്ര പ്രഖ്യാപിച്ചതാണ് നമ്മൾ 2023 അവസാനത്തിൽ കാണുന്നത്. ഇത് രണ്ടും കൂടെ ഈ 2023 ഭാഗമായിട്ട് നമ്മൾ കാണണം. അതിൽ നിന്നൊരു തിരിച്ചറിവ് കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഈ രാഹുലിൻ്റെ ഈ പുതിയ ഉദ്യമവും. ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു സംഭവം ഇപ്പോഴല്ല, കുറച്ച് കൊല്ലമായിട്ട് എനിക്കുള്ളൊരു ഡിഫറൻസിയേഷൻ, ഈ ലാർജർ കോൺഗ്രസ് പോളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ അതിൽ ഉൾപ്പെടുത്തി സംസാരിക്കാൻ എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായ കാലത്ത് മുതൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായ സമയത്ത് സത്യത്തിൽ അയാൾ ഒരുപാട് റിഫോംസ് കോൺഗ്രസിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിനെ യഥാർത്ഥത്തിൽ ഡെമോക്രറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ മുഴുവൻ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവോ അല്ലെങ്കിൽ അതിനോടൊരു പൊളിറ്റിക്കൽ സ്പിരിറ്റോ രാഹുൽ ഗാന്ധിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സത്യത്തിൽ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രസ്താവനകൾ, അദ്ദേഹം പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം പൊതുവേദിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പം ഉദാഹരണത്തിന് ഇതിന് ശേഷം അദ്ദേഹം പല സ്ഥലത്തും പറയേണ്ടത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കൂടുതൽ അഹകരിക്കാൻ പാടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയണ്ടേ. പക്ഷേ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കേവലം 4 മാസങ്ങൾക്കപ്പുറം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഇതുപോലെ ഒരു വിശാലമായ ഒരു യാത്ര, അത് 6000 കിലോമീറ്റർ നടക്കാനൊക്കെ പുറപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് അത് എന്ത് തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻസാണ് കാണിക്കുന്നത് ഇതിനെപ്പറ്റി എനിക്ക് വലിയ സംശയമുണ്ട്. അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബേസിക്കായിട്ട് ഇത് ഒരുപാട് റിഫോംസ് കൊണ്ടുവരികയും നോക്കുന്നത് ഇതിനൊക്കെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ഒരു തയ്യാറെടുപ്പില്ലായ്മ ആണോ ഇതിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. ബേസിക്കായിട്ട് അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ അത് അതിനെ പിന്നെ ഗ്ലോസ് ചെയ്തിട്ട് അതിനെ കവറപ്പ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. സത്യത്തിൽ ഇത് ഈ പറഞ്ഞ രീതിയിൽ ഈ രണ്ടാമത്തെ യാത്രയുടെ ഈ പ്രഖ്യാപനം അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു സാഹചര്യത്തിൽ എനിക്കിത് ഒരു അബദ്ധമായിട്ടല്ലാതെ എനിക്ക് വേറെ അതിനെ കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു അബദ്ധങ്ങൾക്ക് പറ്റുന്ന, അല്ലെങ്കിൽ അബദ്ധങ്ങൾ ചെയ്തിട്ട് നമുക്കത് പിന്നീട് തിരുത്താൻ പറ്റുന്നൊക്കെ വിചാരിക്കാൻ പറ്റുന്നൊരു സമയമല്ല ഇതെന്നുള്ളതാണ് വേറെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളിതിനായി വേറൊരു എലിമെൻറ്റിലേക്ക് കൂടെ നമ്മൾ കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ അദാനി ഗ്രൂപ്പിനെതിരായ വളരെ പ്രധാനപ്പെട്ട ചില അലിഗേഷൻസ് വന്ന വർഷം കൂടിയാണിത്. എങ്ങനെയാണ് അവരുടെ ഓഹരി വില ഉള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചത്, അതിനവരെങ്ങനെയാണ് ഓഫ് ഷോർ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് സംബന്ധിച്ചുള്ള 2 റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഈ വർഷം 2023 പുറത്തേക്ക് വന്നു. ഈ മഹോമൈത്രയുടെ പാർലമെൻറ്റിൽ നിന്നുള്ള പുറത്താക്കൽ ഈ അദാനി ഗ്രൂപ്പിനെതിരായുള്ള വിമർശനങ്ങളുമായി ചേർത്ത് വായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ 2 റിപ്പോർട്ടുകളും ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഒരു കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് പ്ലാറ്റ്ഫോമുകളിൽ ഏതെങ്കിലും തരത്തിലുണ്ടാക്കിയിട്ടുണ്ടോ? ഒട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും ഇത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇവിടെയൊക്കെയാണ് ഈ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത്, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷണൽ പ്രോജക്റ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത്. ഈ 2 റിപ്പോർട്ടുകൾ വന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പാർട്ടിയെന്നും പറയുന്നില്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി ഇതിനെ എഫക്റ്റീവായിട്ട് ഗ്രൗണ്ട് ലെവലിൽ കൊണ്ടുപോവുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇന്ന് പാർട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പാർട്ടിയില്ല. അതിൽ മധ്യ ഇടത് വ്യത്യാസമില്ലാതെ ഒരു പാർട്ടിക്കും എഫക്റ്റീവായിട്ട് ഈ സാധനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരുപക്ഷെ മഹുവ പോലെയുള്ള വ്യക്തികൾ, പരഞ്ജോയ് ഗുഹത്താർത്തെ പോലെയുള്ള വ്യക്തിഗതമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത, എന്നാൽ സാമൂഹിക തലത്തിലും പത്രപ്രവർത്തനത്തിലുമൊക്കെ വ്യാപരിക്കുന്ന ആൾക്കാർ, നമ്മുടെ മലയാളിയായിട്ടുള്ള രവി നായരെ പോലുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആൾക്കാരല്ലാതെ ഇത് ആരാണ് ഈ സാധനത്തെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്? ആരുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ സത്യത്തിൽ, ഉദാഹരണത്തിന് ബോഫേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം 1989 ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാരിൻ്റെ മാറ്റത്തിന് വഴിവെച്ച സാധനമാണ്. അതങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടിമുളിച്ച് ബോഫേഴ്സ് എന്നൊരു വാർത്ത സുരേഷ് ഗോഡിയോ പുറത്ത് കൊണ്ടുവന്നുകൊണ്ട് മാത്രം സംഭവിച്ചതല്ലല്ലോ. അതിന് കൂടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായി, ജനമോർച്ച എന്നൊരു പ്രസ്ഥാനമുണ്ടായി. വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ആ കാലത്തെ ധനമന്ത്രിയും പിന്നീട് ഡിഫൻസ് മിനിസ്റ്ററുമായി മാറിയ മനുഷ്യൻ കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം
ഇതിനെല്ലാം പിന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെമോക്രറ്റിക് അറ്റ്മോസ്ഫിയർ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബി ജെ പിക്കകത്ത് തന്നെ അദാനിക്കെതിരായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പോക്ക് അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിയാക്ഷൻ മൂർത്തമായിട്ട് കാണാത്തിടത്തോളം കാലം എനിക്കറിയാം. എനിക്ക് ചുരുങ്ങിയത് 10-25 ബി ജെ പി സീനിയർ നേതാക്കന്മാരെയും അത്ര തന്നെ എം പിമാരെയും എനിക്കറിയാം. അവർ സത്യത്തിൽ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അവിടെ ഗുലാമിയാണ്, അവിടെ അടിമത്തമാണ് നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ബി ജെ പി നേതാക്കന്മാരെ, വളരെ സീനിയറായിട്ടുള്ള നേതാക്കന്മാരടക്കം എനിക്കറിയാം. കഴിഞ്ഞ 5-10 വർഷമായിട്ട്, അല്ല 5-6 വർഷമായിട്ട് ഒരു അക്ഷരം പുറത്തു പറയാൻ പറ്റാത്ത വളരെ സീനിയറായിട്ടുള്ള നേതാക്കന്മാർ ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയം അറിയുന്ന ആൾക്കാർക്കറിയാം. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താ? പ്രതിപക്ഷത്തിൻ്റെ റോൾ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ പ്രചരിപ്പിക്കുക, അതിനെ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് വളർത്തിക്കൊണ്ടുവരിക. അത് ചെയ്യുന്ന ആരും ചെയ്യുന്നു? ഒരാളും ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ തരത്തിലുമുള്ള പലതരത്തിൽ ഇപ്പോൾ അദാനിക്ക് മുമ്പിൽ പലതരം ബെസ്റ്റ് ഇൻട്രസ്റ്റുകൾ ഉള്ള പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാരും പാർട്ടികളും പല തലങ്ങളിൽ അതിന് ക്വസ്റ്റൻ ഓഫ് ഡിഗ്രി ഉണ്ടാവും. അവർ കീഴടങ്ങിയിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഇതിനെ കൊണ്ടുണ്ടാകുന്ന മാറ്റം? ഇത് ജനങ്ങൾക്ക് ബാധകമായിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ, ഒരുപക്ഷെ ഈ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പലതരം മൾട്ടി സ്പീക്കിൻ്റെയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 2014 തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞത് 2 കോടി ജോലി എന്നാണ്. 2019 ആയപ്പോൾ എല്ലാ വർഷവും 10 ലക്ഷം 15 ലക്ഷം 10 ലക്ഷം തൊഴിൽ. 5 വർഷം കൊണ്ട് മൂപ്പർക്കുണ്ടായ മാറ്റതാണ്. പക്ഷെ ഇതാരും ഇതാക്കുന്നില്ല. പക്ഷേ ഇത് അൺഎംപ്ലോയ്മെൻറ്റ് എത്രയും വലിയ വിഷയമാണ് ഇന്ത്യയിൽ എന്നുള്ളതിൻ്റെ വളരെ മൂർത്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഈ 4 കുട്ടികൾ പാർലമെൻറ്റിനകത്തേക്ക് കടന്നു വരികയും അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തൊഴിലില്ലായ്മയായിരുന്നു. പക്ഷേ തൊഴിലില്ലായ്മയെ പറ്റിയിട്ട് സംസാരിക്കുന്ന പ്രതിപക്ഷത്തിലെ എത്ര നേതാക്കന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും? രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് സംസാരിച്ചു. പക്ഷേ അതിന് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു പ്രസ്ഥാനമാക്കി മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി ഇല്ല. അപ്പോൾ ഇത് ഒന്നും നമുക്ക് ബേസിക്കായിട്ട് ഇതിനൊന്നും ഒറ്റപ്പെട്ട രീതിയിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളെ റിപ്പോർട്ടിനെ പറ്റി മാത്രമാണ് ചോദിച്ചത്. ഞാൻ പറയുന്ന റിപ്പോർട്ട് വളരെ എഫക്റ്റീവാണ്. റിപ്പോർട്ട് ആൾക്കാരുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ സ്വാധീനം ഉണ്ടാക്കിയതിനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇഫക്റ്റിൻ്റെ ഭാഗമാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ പണി വേറെ എടുക്കാനുണ്ട്. ആ പണിയെടുക്കാതെ നമ്മൾ ഇഫക്റ്റ് എവിടെയെന്ന് വെച്ചിട്ട് കാര്യമില്ല. ആ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കേൾപ്പുള്ള ഒരു നേതാവായിരുന്നു മുഹമ്മദ് മൈത്ര. അവരെ പാർലമെൻറ്റിനകത്ത് നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇത് പറയുമ്പോൾ ഈ ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടാണെങ്കിലും അതിൻ്റെ OCCRPയുടെ റിപ്പോർട്ടാണെങ്കിലും ഇത് രണ്ടും പരിമിതമായ തോതിലെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും അല്ല ഞാൻ പറയുന്നത്, വളരെ ചുരുക്കം മാധ്യമങ്ങളെങ്കിലും അത് ആ പങ്കിനെ പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ പിന്നീട് കണ്ടു. അത് നമുക്ക് പരാമർശിക്കപ്പെടാതെ പോകാൻ പറ്റില്ല. 2021 ഇപ്പോൾ ന്യൂസ് ക്ലിക്കിൻ്റെ നടപടി, അറസ്റ്റുകൾ, ഇത് വലിയ എങ്ങനെയാണ് ഈ ഭരണകൂടം മുൻകാലത്ത് പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ കുറെ കൂടെ ഭീകരമായൊരു മുഖം കാണിക്കുകയാണ് ചെയ്തത്. അതുണ്ടാക്കുന്നൊരു എഫക്റ്റ് എന്തായിരിക്കും ഈ 2023 മാർക്ക് ചെയ്യുമ്പോൾ? ഈ താരതമ്യം കുറച്ചൊരു നമ്മൾ ഈ മുമ്പൊക്കെ ഭരണകൂടങ്ങൾ പ്രവർത്തിച്ചു, സർക്കാരുകൾക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബോഫേഴ്സിൻ്റെ സമയത്താണ് ഹിന്ദുവിന് ആദ്യമായിട്ട് വലിയ രീതിയിൽ സർക്കാർ പരസ്യം നിഷേധിക്കുകയും അതിനെ സ്ട്രാങ്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമം നടക്കുകയും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഇന്ത്യയുടെ മാധ്യമ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഈ പണിയായുധങ്ങൾ പിടിച്ചു വെക്കുന്നൊരു പരിപാടി ഉണ്ടായിട്ടില്ല. ഈ ഗവൺമെൻറ് ന്യൂസ് ക്ലിക്കിന് എതിരായിട്ടുള്ള റെയ്ഡ് നടന്ന ദിവസം ചെയ്തത് 300ഓളം പത്രപ്രവർത്തകരുടെ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ടെലിഫോണുകൾ ഇതെല്ലാം അവർ കൈയടക്കുകയും, പരഞ്ജയ് ഗുഹ താക്കൂർത്ത പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഏത് തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്തും അതിലൊരു ഹാഷ് റിപ്പോർട്ട് നൽകണം. ഹാഷ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ അതിൽ എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അതിന് ശേഷം എന്താണ്, അത് നൽകാതെയാണ് ഇപ്പോഴും പല ആൾക്കാരുടെയും സിം കാർഡുകൾ സർക്കാരിൻ്റെ കയ്യിലാണ്. ചില ആൾക്കാർക്ക് ഡിവൈസ് തിരിച്ചു കൊടുത്തിട്ടില്ല, സിം കാർഡ് തിരിച്ചു കൊടുത്തു, അപ്പോൾ അവർക്ക് പുതിയ ഡിവൈസ് വാങ്ങേണ്ടത്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് ഇങ്ങനെ ഒരു പ്രൈവസിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു
ഒരാളുടെ ഒരു പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ അതിൻ്റെ മുകളിലുള്ള കടന്നാക്രമണം. ഇപ്പോൾ പെന്ന് എഴുതുന്ന പെന്ന് ബാൻ ചെയ്തിട്ട് പെന്ന് കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യമാണിത്. ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു തരം ഇൻട്രൂഷൻ ഇൻ ടു പ്രൈവസി ആൻഡ് ഇൻട്രൂഷൻ ഇൻ ടു വർക്ക് സ്പേസ് മുമ്പത്തെ ഗവൺമെൻറ്റുകൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും അവർ പിന്നെ പ്രിൻറ്റിംഗ് പ്രസ് അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സംപ്രേഷണം തടയുകയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട്. അല്ല, ഞാൻ മുൻകാല സർക്കാരുകളുടെ കാര്യമല്ല, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, റെയ്ഡുകൾ, മറ്റു ഇതുപോലെ ഒന്ന് 2023 സംഭവിച്ചതുപോലെ ഒന്ന് അത് രാജ്യചരിത്രത്തിൽ കണ്ടിട്ടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞു വെച്ചാൽ അത് ഈ പറഞ്ഞ രീതിയിൽ ഈ പ്രോജക്റ്റിൻ്റെ കൂടുതൽ മൂർത്തമായ രീതിയിൽ അത് വിജയിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളാണ് നമ്മൾ കാണുന്നത് ഈ സാധനം മുഴുവൻ. അല്ലെങ്കിൽ ആലോചിക്കാൻ പറ്റും, ഒരു 4 ദിവസത്തിനുള്ളിൽ 140-ൽ പരം MP-മാരെ പാർലമെൻറ്റിൻ്റെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ലോക ചരിത്രത്തിലില്ലാത്ത സാധനമാണ്. ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രോജക്റ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്, അതിന് വേരോട്ടം കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തോന്നലാണ്. പിന്നെ ഒരുപക്ഷെ ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് പോലും ഇതിന് അനുകൂലമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പക്ഷേ ഇപ്പോഴും ഇത് നമ്മൾ ടോട്ടാലിറ്റിയിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇത് ഇതിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. വടക്ക് കിഴക്ക് കൂടുതലായിട്ട് അതിൻ്റെ പ്രഭാവം വരുന്നുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ അതിൻ്റെ പ്രഭാവം കുറഞ്ഞു വരികയാണ്. ഇല്ലാതായി എന്നല്ല, തീർച്ചയായും കുറഞ്ഞു വരികയാണ്. അത് കർണാടകത്തിൽ വളരെ ശക്തമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലുണ്ടായിരുന്നു, അത് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞാലും ഇത് ഈ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു ഹിന്ദുത്വ നരേറ്റീവിൻ്റെ അതിൻ്റെ ഡ്രോയിങ് റൂം ആക്സെപ്റ്റൻസും അതിൻ്റെ സ്വാധീനവും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് സൗത്തിലായാലും നോർത്തിലായാലും. അപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഈ പറഞ്ഞ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് എന്താണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ചെയ്യാൻ പറ്റുക, എന്താണ് സാമൂഹിക സംഘടനകൾക്ക് ചെയ്യാൻ പറ്റുക, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ചോദ്യത്തിൻ്റെയൊക്കെ മറുപടി വളരെ ഒരു തമിഴ്നാട് മോഡലിൽ അന്തർലീനമായി കിടക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനം ഒറ്റ കാര്യം കൂടി, നമ്മൾ ഈ 2023 നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ ഈ 4 മാസത്തിനപ്പുറം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പിച്ചാണ് സത്യം പറഞ്ഞാൽ 2023 എന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ പിച്ചിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നു ഈ 2023 അവസാനിക്കുമ്പോൾ എന്നാണ് വിചാരിക്കേണ്ടത്? ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷണൽ പ്ലെയിനിൽ അതിന് വേണ്ടത്ര മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതിനിയും ഏറെ സഞ്ചരിക്കാനുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇലക്ടറലായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ മാത്രം ഒരു തലത്തിൽ ഈ മുന്നണിയെ എഴുതിത്തള്ളാറായി എന്ന് ഞാൻ കരുതുന്നില്ല. എഴുതിത്തള്ളാറായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 2023 നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ BJP വേരോട്ടുണ്ടായിരുന്ന കർണാടകത്തിലും തെലങ്കാനയിലും ഒക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ BJP നേരിട്ടിട്ടുണ്ട്. ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും പുതുതായിട്ട് വേരോട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുമില്ല. അതുകൊണ്ട് ഒരുതരം കൺസോൾട്ടേഷൻ ഈ മതനിരപേക്ഷ പാർട്ടികൾക്കിടയിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട്. പിന്നെ ഈ 2023 തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പിന് പ്രത്യേകിച്ചും മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡിനെയൊക്കെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ മുഖ്യധാര മാധ്യമ പ്രവർത്തനത്തിലുണ്ടായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അത് ഞാൻ വലിയ രീതിയിലൊരു തമാശയായിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ 2019 നമ്മൾ ഇവിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകിച്ച് ഈ 3 സംസ്ഥാനങ്ങളിൽ എടുത്തുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ BJP ഒരു സാച്ചുറേഷൻ പോയിന്റിലാണ്. രാജസ്ഥാനിൽ എല്ലാ സീറ്റും BJP. മധ്യപ്രദേശിൽ 1 സീറ്റ് മാത്രമേ കോൺഗ്രസിനുള്ളൂ, ബാക്കി മുഴുവൻ BJP ആണ്. ഛത്തീസ്ഗഡിൽ 2 സീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മുഴുവൻ എല്ലാ സ്ഥലത്തും ഈ 3 സ്ഥലത്തും 3 സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റും വിജയിക്കുകയാണെങ്കിൽ തന്നെയും BJPക്ക് 3 സീറ്റാണ് കൂടുതലുണ്ടാവുക. നമ്മൾ തിയററ്റിക്കലായിട്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഈ എല്ലാ സീറ്റും ജയിക്കുന്നു. അത് സംഭവിക്കാൻ പോണില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഈ വോട്ടിംഗ് പാറ്റേണിൻ്റെ ഒരു സംഭവം. ബേസിക്കായിട്ട് വെച്ചാൽ ഇപ്പം ഈ
കോൺഗ്രസിൻ്റെ ഈ പെർഫോമൻസ് മോശം പെർഫോമൻസാണ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ മോശം പെർഫോമൻസ് തന്നെ കോൺഗ്രസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ കോൺഗ്രസ്സിന് കഴിഞ്ഞ പ്രാവശ്യത്തെ 3 സീറ്റിൽ നിന്ന് 16 സീറ്റിലേക്ക് കയറാനുള്ള സാഹചര്യമുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കില്ല. എന്തായാലും ഇതൊരു ഈ പറഞ്ഞ ഇലക്ട്രലായിട്ട് ഇതിനെ തള്ളിക്കളയാൻ പറ്റുന്ന, പ്രത്യേകിച്ചും ഈ 2023 ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിൻ്റെ മാത്രം തലത്തിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഗെയിൻസ് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇനി വലിയ രീതിയിൽ റിവേഴ്സ് ഉണ്ടാവുകയും എന്നാൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധ്യതയുള്ള ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെയെല്ലാം ഈ മതനിരപേക്ഷ പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ ഒരു ഒരു കൃത്യമായിട്ടുള്ള താളമേളം, ഹിന്ദിയിൽ താൾമേൽ എന്ന് പറയും. ആ കൃത്യമായൊരു താളമേളം അതൊരു മൈക്രോ മാനേജ്മെൻറ്റിൽ കൂടെ മാത്രമേ നടക്കുള്ളൂ. ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ടു കോൺസ്റ്റിറ്റ്യുവൻസി എടുത്തുകൊണ്ട് അതിനെ പരിശോധിച്ചുകൊണ്ട് നടത്തും. അത്തരത്തിലുള്ള ഒരു എക്സസൈസ് നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള, വളരെ കണിശമായിട്ടുള്ള, കൂലങ്കുഷമായിട്ടുള്ള മൈക്രോ മാനേജ്മെൻറ്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് രാഹുൽ ഗാന്ധി ഇപ്പോഴൊരു നേതാവ് 6000 കിലോമീറ്റർ നടക്കാൻ പുറപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ രീതിയിൽ ഇത് എന്താണോ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ആവശ്യപ്പെടുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ആൾക്കാർ ചെയ്യേണ്ടത്, അതിനെ സ്വന്തം കാലിൽ, ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ അപ്പനെ പയർമേ കുലാടി മാറുക എന്ന് പറയും. എന്നുവെച്ചാൽ സ്വന്തം കാലിൽ വെടിവെക്കുക എന്ന പരിപാടിയാണ്. ഇത് നടക്കാൻ പോകുന്ന ആളോടും പറയുന്നത് നിങ്ങൾ സ്വന്തം കാലിൽ വെടിവെക്കുക, നിങ്ങൾ ഈ നടത്തം സ്വന്തം കാലിൽ വെടിവെക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഉള്ള ഒരു എന്താ പറയുക നോട്ടപ്പെശകുകളുടെ ഒരു തുടർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇലക്ട്രലായിട്ടുള്ള റിവേഴ്സും കൂടി ഉണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും പൊളിറ്റിക്കലായിട്ടും ഓർഗനൈസേഷനിലായിട്ടും ഉള്ള ഈ പിഴവുകൾ, ഈ വീഴ്ചകൾ ഒക്കെ ഇന്ത്യ മുന്നണി ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. ആ തുറച്ചു നോട്ടം എത്രമാത്രം ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് ആ തുറച്ചു നോട്ടത്തെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറുവശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിന്ദുത്വ പ്രോജക്റ്റ് ഇങ്ങനെ അവർ കൂടുതൽ ബ്ലേറ്റൻ്റ് ആവുകയും കൂടുതൽ ഞങ്ങളുടെ മുമ്പിൽ എതിരാളികളില്ല എന്ന് തോന്നുന്ന വിധത്തിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ പോയിട്ടുള്ള ശക്തികളെല്ലാം അവർക്കെല്ലാം പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ തിരിച്ചടി കിട്ടുന്നതാണ് സംഭവിച്ചിട്ടുള്ളത്. അതിവിടെ സംഭവിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായും ഈ ഇന്ത്യ മുന്നണിക്ക് തീർച്ചയായും ഒരു വലിയ രീതിയിലുള്ള ഇമ്മീഡിയറ്റ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ്റെ ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് പറയാൻ പറ്റും. റൈറ്റ്. 2023 ഇന്ത്യൻ യൂണിയൻ എന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചിത്രത്തെ നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തേണ്ടി വരും. അതാണ് 2024 അല്ലെങ്കിൽ അങ്ങോട്ടുള്ള രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ, സാമൂഹ്യ ചലനങ്ങളെയൊക്കെ നിർണ്ണയിക്കാൻ പോകുന്നത്. ഈടവും റിസാല അപ്ഡേറ്റും ചേർന്ന് സംഘടിപ്പിച്ച ദേശീയ രാഷ്ട്രീയം 2023 എന്ന സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.